ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മെയ് 15, 2026. അങ്ങനെ 4 വർഷത്തിന് ശേഷം നമ്മുടെ പെട്രോൾ ഡീസൽ വിലയിൽ വീണ്ടും വർധനവ് വന്നിരിക്കുകയാണ്. 3 രൂപ പ്രകാരമാണ് പെട്രോളും ഡീസലും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 1 ലിറ്ററിന് 3 രൂപ എന്ന നിരക്കിൽ. പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കറിയാം. ഇതോടുകൂടി മുംബൈയിൽ ഏകദേശം 1 ലിറ്റർ പെട്രോളിന് 106 രൂപ 68 പൈസയും 1 ലിറ്റർ ഡീസലിന് 93 രൂപ 14 പൈസയും ആവുന്നു. ഡൽഹിയിൽ 97 രൂപ 77 പൈസയും 90 രൂപ 67 പൈസയുമായിട്ട് കൂടിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 3-4 കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ തന്നെയാണ്. ഇറാൻ ഇസ്രായേൽ US യുദ്ധത്തോടനുബന്ധിച്ചിട്ട് ഹോർമൂസ് കടലെടുക്ക് അടച്ചിരിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാം. 90% നമ്മുടെ എണ്ണയും വരുന്നത് ആ ഭാഗത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഒരു കാരണമാണ്. മറ്റൊന്ന്, നമ്മുടെ ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറയുന്നു, കപ്പലുകൾ വരുന്നില്ല. കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾ 30 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു മാസത്തോളം ഒരു ട്രേഡ് പോലും, ഒരു എണ്ണ കയറ്റുമതി പോലും പോകാതിരിക്കുന്നത്. അങ്ങനെ പല GCC രാജ്യങ്ങളിൽ നിന്നും എണ്ണ കയറ്റുമതി നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന്, ബ്രെന്റ് ക്രൂഡിന് യുദ്ധം തുടങ്ങുന്ന സമയത്ത് $68-70 ഉണ്ടായിരുന്നതാണ്. അതൊരവസരത്തിൽ കഴിഞ്ഞ മാസം $126 വരെ പോയി. ഇപ്പോൾ ഏകദേശം $105-106 വന്നിരിക്കുന്നു. അപ്പോൾ ഈ 68-70% വർധനവാണ് ഒരു മാസത്തിനുള്ളിൽ ഈ ക്രൂഡിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു വർധനവിനെ കാണാം. അതുപോലെ തന്നെ 30,000-ലധികം കോടി രൂപയാണ് ഓരോ മാസവും IOC, BPCL, HPCL പോലുള്ള കമ്പനികൾ, ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് അധിക നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നികത്തുക എന്നുള്ളത് അവരുടെ ഒരു മുറവിളിയാണ്. ഇത് വളരെ മുമ്പ് തന്നെ ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഈ ഒരു നഷ്ടത്തെപ്പറ്റി ബോധവാന്മാരെ അവർ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഗവൺമെൻറ് അതിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റുപ്പി വീക്കനായി എന്നുള്ളതാണ്. ഈ വലിയ രീതിയിലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോളർ വാങ്ങിക്കൂട്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. അത് നമ്മുടെ ഡോളറിനുള്ള ഡിമാൻഡ് കൂട്ടി ഡോളറിനെതിരെ രൂപ വളരെ ക്രാഷ് ചെയ്തു എന്നുള്ളത് വേണം അറിയാൻ. നമുക്ക് ഇപ്പോൾ 95 രൂപക്ക് മുകളിലേക്ക്, 95 രൂപ 50 പൈസക്ക് മുകളിലേക്ക് നമ്മുടെ റുപ്പി വീക്കനായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇടിവ് കൂടി നമ്മുടെ ക്രൂഡിൽ വന്നിട്ടുണ്ട്. ക്രൂഡിൻ്റെ വിലയിൽ വരാൻ കാരണം, അല്ലെങ്കിൽ ക്രൂഡിൻ്റെ ഇത്രയും വലിയ വില കൂടാൻ കാരണം റുപ്പിയുടെ ഡിപ്രീസിയേഷൻ ഒന്നുകൂടിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലും പറയുന്നത് ഡീസലിന് 1 ലിറ്ററിന് 42 രൂപയും പെട്രോളിന് 1 ലിറ്ററിന് 14 രൂപയും വെച്ച് ഇപ്പോഴും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ്. RBI ഗവർണർ ലാസ്റ്റ് മോണിറ്ററി പോളിസി മീറ്റിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞതാണ്, ഈ ഒരു യുദ്ധം തുടരുകയാണെങ്കിൽ അത് ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും എന്നുള്ളത്.